ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ കണ്ണീരു കണ്ടാലോടിയെത്തും, തൻ്റെ മാറോടു ചേർത്തെന്നെ ഉറക്കും. പ്രിയ സ്നേഹിതനെന്നേശുനാഥൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. എന്നിൽ സുഹൃതങ്ങൾ അവൻ നിറയ്ക്കും, എൻ്റെ കുറവെല്ലാം ഏറ്റെടുക്കും. എന്നിൽ സുഹൃതങ്ങൾ അവൻ നിറയ്ക്കും, എൻ്റെ കുറവെല്ലാം ഏറ്റെടുക്കും. എൻ്റെ കരളൊന്നു പിടഞ്ഞാൽ അവനറിയും, തൻ്റെ വചനം പകർന്നെന്നെ ഉണർത്തും. നല്ല സ്നേഹിതനെന്നേശുനാഥൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ചിന്തിച്ചു വന്നത് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. ഒരു സമർത്ഥനായ ഒരു യുവാവ്, പഠിക്കാൻ സമർത്ഥനാണ്. അവൻ സ്പോർട്സിനെല്ലാം വളരെ നല്ല പ്രാവീണ്യമുള്ളവനാണ്. നല്ല ഊർജ്ജസ്വലനായ ഒരു യുവാവ്. അവൻ്റെ ഗ്രാജുവേഷൻ്റെ സമയത്ത് അവൻ അപ്പനോട് പറഞ്ഞു, എനിക്കൊരു സ്പോർട്സ് കാർ വാങ്ങിച്ചു തരണം. ഗ്രാജുവേഷനല്ലേ, അപ്പോൾ എനിക്കൊരു സ്പോർട്സ് കാർ വേണം. അപ്പൻ ഒന്നും പറഞ്ഞില്ല. അപ്പൻ അതിന് പകരം അവന് ഒരു പെട്ടി കൊടുത്തു. അവൻ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ ഒരു ബൈബിളാണ്. അവന് നല്ല ദേഷ്യം വന്നു.
ഞാൻ സ്പോർട്സ് കാർ ചോദിച്ചിട്ട് എനിക്ക് തന്നിരിക്കുന്ന ഒരു ബൈബിള്. അപ്പം ഞാൻ ചോദിച്ച് തരാൻ തോന്നിയില്ലല്ലോ. അവൻ ദേഷ്യം വന്നു, നല്ല ദേഷ്യം വന്നു. അവൻ ആ പെട്ടി അങ്ങനെ തന്നെ ബൈബിൾ മടക്കി വെച്ചു, പെട്ടി എടുത്തു വെച്ചു. അവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അപ്പൻ സങ്കടത്തോടെ നോക്കി നിന്നു, ഒന്നും പറഞ്ഞില്ല. അവൻ വാശി പിടിച്ചിറങ്ങിപ്പോയി. കുറേ നാളുകൾ കഴിഞ്ഞ് അവന് ഒരറിയിപ്പ് കിട്ടി, അവൻ്റെ അപ്പൻ മരിച്ചുപോയി എന്ന്. അപ്പം മരിച്ചുപോയി എന്ന്. അവൻ സങ്കടമായി. കാര്യം അന്നേരം വാശി പിടിച്ച് പോയെങ്കിലും അപ്പനല്ലേ. അപ്പം മരിച്ചു പോയത് കേട്ടപ്പോഴേക്കും സങ്കടം. അവൻ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു. അപ്പൻ്റെ വീട്ടിലെ എല്ലാ മുറികളിലൊക്കെ ഇങ്ങനെ നടന്നു. പഴയ ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നു. അവൻ വിതുമ്പി കരഞ്ഞുകൊണ്ട് ഓരോ മുറിയിൽ കൂടെ നടന്നു. അവസാനം അവിടെ ഒരു മുറിയിൽ ആ പഴയ പെട്ടിയിരിക്കുന്നു. അവൻ ഓർമ്മ വന്നു. ഞാൻ അപ്പനോട് ചോദിച്ച സ്പോർട്സ് കാറിന് പകരം അപ്പൻ തന്ന വേദപുസ്തകം ഇരിക്കുന്ന പെട്ടിയാണല്ലോ, തുറന്നു. വേദപുസ്തകം ആലസ്യമായി മറിച്ചപ്പോൾ അവിടെ മത്തായി സുവിശേഷം 7:11 അടിയിൽ വരച്ചിരിക്കുന്നു. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. അവൻ ആ പുസ്തകം അങ്ങ് വിടർത്തിയ പുസ്തകം മടക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് ഒരു എന്തോ ഒരു സാധനം താഴെ വീണു. നോക്കിയപ്പോൾ ഒരു കാറിൻ്റെ താക്കോലാണ്. അതിൽ തന്നെ ഒരു ടാഗിൽ എഴുതി വച്ചിരിക്കുന്നു ആ കാറിൻ്റെ ഡീലറുടെ പേര്, ഡീലറുടെ നമ്പർ. അവൻ ആ ടാഗിൽ ഡീലറുടെ പേര് നമ്പർ എഴുതി വെച്ചിട്ട് വിത്ത് ലവ് ഡാഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. വിത്ത് ലവ്, സ്നേഹത്തോടെ നിൻ്റെ അപ്പൻ. വിത്ത് ലവ് ഡാഡ് എന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. നിൻ്റെ അപ്പൻ സ്നേഹത്തോടെ തരുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ നോക്കിയപ്പോൾ അവൻ ആഗ്രഹിച്ച അതേ സ്പോർട്സ് കാറ് അപ്പൻ അന്ന് അവന് വേണ്ടി കരുതി കൊടുത്തിരുന്നു. അന്ന് അവന് സമ്മാനമായി കൊടുത്ത വേദപുസ്തകത്തിനകത്ത് ഈ കാറിൻ്റെ താക്കോലും അതിനുള്ള ഡീലറുടെ പേരും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കാർ എടുത്തുകൊണ്ടുവന്നാൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. അപ്പനോടവൻ ചോദിച്ചത് തന്നില്ല എന്നവൻ വിചാരിച്ചു പോയതാണ്. അപ്പൻ അവന് കൊടുത്തു, അന്ന് തന്നെ കൊടുത്തു. കാരണം അന്ന് അവൻ്റെ ആ ഗ്രാജുവേഷൻ്റെ ഡേറ്റ് അപ്പൻ എഴുതി വച്ചിരിക്കുന്നു. ആ ഡേറ്റിൽ തന്നെ അവൻ ചോദിച്ചത് അപ്പൻ അവന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഉദാഹരണ കഥയാണ്. പക്ഷേ ആ കഥയിലൊരു കാര്യമുണ്ട്. നാം പലപ്പോഴും ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നില്ലല്ലോ എന്ന് പരാതി വരും, പരിഭവം വരും. എന്നാലും എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന കർത്താവ് ശ്രദ്ധിച്ചില്ലല്ലോ, ഞാൻ ഇത്രയും കാര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എന്നെ ഒന്ന് കനിഞ്ഞില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നാം ചോദിക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് തന്നു കഴിഞ്ഞു. വിശ്വസിക്കുക, എൻ്റെ യാചന ഞാൻ അപ്പൻ്റെ മോനാണെങ്കിൽ, അപ്പൻ്റെ മോനായിക്കൊണ്ട് അപ്പൻ്റെ മോളായി നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ അവൻ എനിക്ക് തന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകം അനുഭവങ്ങളുടെ പിൻബലത്തിലാണ് ഞാനിത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, വാസ്തവമായും ജീവിക്കുന്ന ക്രിസ്തു നമ്മുടെ ഇടയിലുണ്ട്. പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, നമ്മുടെ എളിയ യാചനകൾ കൈക്കൊള്ളുന്നുണ്ട്, ദൈവം പ്രാർത്ഥന സ്വീകരിക്കുന്നുണ്ട്. യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ഇതിനോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. നന്മ ഏറ്റവും അധികമായി നമുക്ക് തരാൻ ദൈവം ആഗ്രഹിച്ച് നിൽക്കുകയാണ്. പ്രാർത്ഥിക്കുക. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് പറഞ്ഞിട്ടാണ് നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവിൻ്റെ കാര്യം പറയുന്നത്. അടുത്ത വാക്യം വായിക്കാം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ദൈവത്തിന് സ്തോത്രം.
ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചു, പ്രാർത്ഥന ഫലിച്ചു. ഏലിയാവ് പ്രാർത്ഥിച്ചു, എന്താ പ്രാർത്ഥിച്ചത്? മഴ പെയ്യരുത് എന്ന് പ്രാർത്ഥിച്ചു. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. രാജാവിനെ വിളിച്ചെന്ന് പറഞ്ഞതാണ്. ഇനി ഈ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ നാളുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ഏലിയാവ് പ്രാർത്ഥിച്ചു, മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിച്ചു. ഏലിയാവിന് ഉറപ്പായി മഴ പെയ്യുകയില്ല. പ്രിയപ്പെട്ടവരെ, ചില ജീവിത വിപര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ, എതിരുകൾ സംഭവിക്കുമ്പോൾ നാം നിരാശരാകരുത്. 3.5 വർഷം മഴ പെയ്യാതിരുന്നപ്പോൾ ആ ജനം മുഴുവൻ വരണ്ടു പോയി, വിഷമിച്ചു പോയി. എന്നാൽ അത് ദൈവം നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്തി എടുക്കുകയാണ്. ദേശത്തു നിന്ന് അന്ധവിശ്വാസത്തെയും വിഗ്രഹാരാധനയെയും തുടച്ചു മാറ്റുന്നതിന് ദൈവം എടുത്തതായ ഒരു നടപടിയായിരുന്നു അത്. ഏലിയാവ് ദൈവത്തിൻ്റെ കയ്യിൽ അനുഗ്രഹീതനായ ഒരു പാത്രമായി നിന്നു. അതുകൊണ്ട് ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെന്നു, മഴ പെയ്യരുത്. ഏതൊരു ദുർവിപര്യം വന്നാലും, ഏതൊരു തിരിച്ചടികൾ വന്നാലും, നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പല കാര്യങ്ങൾ സംഭവിച്ചാലും നാം നിരാശപ്പെടരുത്, തളരരുത്. ഒരിക്കലും പുറകോട്ട് കാൽ വയ്ക്കരുത്, മുന്നോട്ട് കാൽ വയ്ക്കണം. നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ദുരനുഭവങ്ങൾ നമുക്ക് ഒന്നു വരാം, ചില പ്രതിസന്ധികൾ നാം നേരിട്ടെന്ന് വരാം. മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ വയ്യാതെ നാം വലഞ്ഞു പോയി എന്ന് വരാം. അനേകം പ്രതിസന്ധികളിൽപ്പെട്ട് നാം തളർന്നു പോയി എന്ന് വരാം. അപ്പോഴെല്ലാം നോക്കുക കുരിശിലേക്ക്, രക്ഷകനിലേക്ക് നോക്കുക, യേശുക്രിസ്തുവിലേക്ക് നോക്കുക. കാണാം ആശ്വാസത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് ആശ്വാസം നമ്മുടെ മേൽ കിനിഞ്ഞൊഴുകി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അനുഭവിക്കണമെന്ന് ഞാൻ പറഞ്ഞത്, അനുഭവിക്കണം. വെറുതെ കേട്ടുപോയാൽ പോരാ, നിങ്ങൾ അനുഭവിക്കണം. പ്രാർത്ഥന കൊണ്ട് സാധിക്കാത്ത കാര്യമില്ല. ശരി, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഏലിയാവ് പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു. 3.5 വർഷം മഴ പെയ്തില്ല. എന്നാലും ദൈവം അത്രയും വലിയ കഠിനം ചെയ്തല്ലോ എന്ന് തോന്നും. ആർക്ക്? ആത്മീയമായി വിവേകമില്ലാത്ത മനുഷ്യർക്ക്. ദൈവം അത്രയും കഠിനമായി ചെയ്തു പോയല്ലോ. മഴ പെയ്യാതെ കഷ്ടമല്ലേ, ദേശം വരണ്ടു പോയില്ലേ. പക്ഷേ അവിടെ പോലും ആ പ്രാർത്ഥന കേട്ടതിൻ്റെ പിന്നിൽ വലിയൊരു നന്മയുണ്ടായിരുന്നു. ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് മഴ പെയ്യാതിരുന്നതിൻ്റെ പിന്നിൽ വലിയൊരു നന്മയുണ്ടായിരുന്നു. ദേശത്തെ അന്ധവിശ്വാസം മാറ്റുക, ദേശത്തെ അബദ്ധജടിലമായ ആചാരങ്ങൾ മാറ്റുക, ദേശത്തെ വിഗ്രഹാരാധന മാറ്റുക. ദേശം ആത്മീയമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. രാജാവിന് സുബോധമില്ല. രാജാവിൻ്റെ ഭാര്യ രാജ്ഞിയും 2 പേരും, ആഹാബും ഇസബേലും 2 പേരും വിഗ്രഹാരാധികളായി തീർന്നിരിക്കുന്നു. ജനങ്ങളോ മുടിഞ്ഞു, ആ ജനങ്ങളുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവരും മുടിഞ്ഞു. കഷ്ടം. നേതൃസ്ഥാനത്തുള്ളവർ വഴിതെറ്റിപ്പോയി. നേതൃസ്ഥാനത്തിരിക്കുന്ന രാജാവും രാജ്ഞിയും വഴിതെറ്റിപ്പോയി. അവരെ ഇനി തിരിച്ചു വരുത്താൻ എന്താണ് പോംവഴി? അല്ല, ആ ജനത്തെ രക്ഷിക്കാൻ എന്താണ് പോംവഴി? നിത്യനായ ദൈവം ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു, മഴ പെയ്യിച്ചില്ല. അടുത്ത വാക്യം. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വലിയൊരു കഥയാണത്. രസകരമായൊരു സംഭവ പരമ്പരയാണ്. ഏലിയാവ് ആഹാബിന് തന്നെ വെളിപ്പെടുത്തി. ആഹാബ് നാടെല്ലാം, നാട്ടിലും കാട്ടിലും എല്ലാം ഏലിയാവിനെ തെരഞ്ഞ് പട്ടാളക്കാരെ അയച്ചിരിക്കുകയാണ്. രാജാവിൻ്റെ പടയാളികൾ നാടെല്ലാം ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ് ഏലിയാവിനെ അന്വേഷിച്ച്. പക്ഷേ ഏലിയാവിനെ കണ്ടു കിട്ടുന്നില്ല. ഏലിയാവ് കിരീത്തിൻ്റെ തൊക്കിൽ ഒളിച്ചിരിക്കുന്നു, പിന്നെ സ്ഥലത്തിലെ വിധവയുടെ വീട്ടിൽ ഒളിച്ചിരിക്കുന്നു. ഏലിയാവ് ഇപ്പോൾ 3.5 കൊല്ലം കഴിഞ്ഞു. ഏലിയാവ് തന്നെ വെളിപ്പെടുത്തി. തക്ക സമയം വന്നപ്പോൾ കാര്യങ്ങളെല്ലാം നേരെയാകുകയാണ്. തക്ക സമയം, ഒരു സമയമുണ്ട്. ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം. വിവാഹം നാം ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം. വിശ്വാസിയാണെങ്കിൽ ഒരു മക്കളുണ്ടാകുന്നത് ദൈവത്തിൻ്റെ സമയത്തിന്, ദൈവത്തിൻ്റെ കൃപയ്ക്കുമായി കാത്തിരിക്കണം. ഒരു ജോലി കിട്ടുന്നത് ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കണം. നാം ധൃതി പിടിക്കണ്ട. ഞാൻ അറിയിക്കേണ്ടവനെ അറിയിച്ചു കഴിഞ്ഞു, ആ കാര്യം ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞു, ഉറപ്പുണ്ടായിരിക്കണം. എന്താ നിങ്ങൾക്ക് ആ ഉറപ്പ് കിട്ടുന്നുണ്ടോ? ഞാൻ അറിയിക്കേണ്ടവനെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു, പറയേണ്ടവനോട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അവനത് കേട്ടിരിക്കുന്നു. കാരണം ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തിലെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ദൈവം കേട്ടിരിക്കുന്നു, സംശയമില്ല.
ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. ഇപ്പോൾ കർത്താവ് കേൾക്കും. എന്തുകൊണ്ട്? ഞാൻ അകൃത്യത്തോട് യാത്ര പറഞ്ഞു, പാവത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു, തിന്മ എൻ്റെ ജീവിതത്തിൽ വരികയില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനിതാ പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് മറുപടി തന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കാവുന്ന ഒരാളെ ഏൽപ്പിച്ചു, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ കാര്യം ഏൽപ്പിച്ചു. സ്തോത്രം. നിങ്ങളെന്ത് പറയുന്നു? ഈ അനുഭവം നിങ്ങൾക്ക് ലഭിക്കുമോ? ഞാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ ഈ കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞു, പറയേണ്ടവനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവൻ്റെ സമയം, ഇനി അവൻ്റെ ഹിതം, ഇനി അവൻ്റെ ഇഷ്ടം അവന് തിരുമനസ്സാകുന്നത് പോലെ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഏലിയാവ് ആ സംഭവങ്ങൾക്ക് ശേഷം ഏലിയാവ് രാജാവിന് തന്നെ വെളിപ്പെടുത്തി. രാജാവ് ചോദിച്ചു, ഇതാര്? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ? നീ കാരണം ഞങ്ങളുടെ നാട് മുടിഞ്ഞല്ലോ എന്നാണ് രാജാവ് പറയുന്നത്. കാരണം നീ ഒരുത്തം പറഞ്ഞില്ലേ മഴ പെയ്യില്ലെന്ന്. മഴ പെയ്തില്ല, നീ കാരണം ഞങ്ങളുടെ നാട് മുടിഞ്ഞില്ലേ? ഏലിയാവ് പറഞ്ഞു, ഞാൻ കാരണമല്ല, നീ കാരണം. നീയും നിൻ്റെ കുടുംബവും നീയും നിൻ്റെ കുടുംബവും കാരണം നാട് മുടിഞ്ഞു. രാജാവ് ദേഷ്യത്തോട് നിൽക്കുമ്പോൾ ഏലിയാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആര് കാരണമാണ് ഈ മുടിവെല്ലാം വന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. നമുക്ക് ഈ ജനത്തെ എല്ലാം ഒന്ന് വിളിച്ചു വരുത്താം. നിൻ്റെ പ്രവാചകന്മാരുണ്ടല്ലോ, അശേരാ പ്രതിഷ്ഠകളും ബാലിൻ്റെ പ്രവാചകന്മാരുമായി 400-450 പേര് വീതം ഉണ്ടല്ലോ. അവർ ബാലിൻ്റെ ആരാധകർ 450 പേര്, അശേര ആരാധകർ 400 പേര്. അവരെല്ലാം വരട്ടെ, ഈ കർമ്മേലിലേക്ക് വരട്ടെ, ഉയർന്ന പർവ്വതം കർമ്മേലിലേക്ക് വരട്ടെ. ശരി, രാജാവ് വിളിച്ചു പറഞ്ഞു. ജനമെല്ലാം വന്ന് കൂടി. ജനം നോക്കിയപ്പോൾ എല്ലാവരും രാജാവിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത്, ജനമെല്ലാം. കാരണം അവർ ഈ ഏരിയ ഒരുത്തൻ കാരണമാണ് നാട് മുഴുവൻ നശിച്ചതെന്ന് അവർക്ക് കിട്ടിയ ധാരണ. രാജാവ് അങ്ങനെയാണ് പഠിപ്പിച്ചത്. രാജാവ് ധരിപ്പിച്ചത് ഈ ഒരാൾ കാരണമാണ് നമ്മുടെ സഭ മുടിഞ്ഞതെന്നാണ്, ഈ ഒരാൾ കാരണമാണ് നമ്മുടെ നാട് മുടിഞ്ഞതെന്നാണ് രാജാവ് ജനത്തെ ധരിപ്പിച്ചത്. തിരുമേനിയല്ലേ അങ്ങനെ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ജനങ്ങൾ വിശ്വസിച്ച് പോയി, പാവങ്ങൾ. തിരുമേനി പറഞ്ഞിരിക്കുന്നു, ഈ ഒരുത്തൻ കാരണം നമ്മുടെ സഭ മുടിഞ്ഞിരിക്കുന്നു, നമ്മുടെ നാട് മുടിഞ്ഞിരിക്കുന്നു, നമ്മുടെ നാട്ടിൽ അപകടം വന്നിരിക്കുന്നു പറഞ്ഞു. അത് ജനം പാവങ്ങൾ അവർ വിശ്വസിച്ചു. അവരതുകൊണ്ട് ഏലിയാവിൻ്റെ നേരെ തിരി കനപ്പിച്ചാണ് നോക്കുന്നത്. ഈ ദുഷ്ടൻ വന്നിരിക്കുന്നു ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നവൻ. അങ്ങനെയാണ് പാവം ജനങ്ങൾ നോക്കുന്നത്. അപ്പോഴുണ്ട് ഏലിയാവ് പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? ജനത്തെ ഒന്നും തോന്നിയില്ല. നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? വീണ്ടും പറഞ്ഞു, യഹോവ ദൈവമെങ്കിൽ യഹോവയെ സേവിപ്പീൻ, അല്ല ബാലാണ് ദൈവമെങ്കിൽ ബാലിനെ സേവിപ്പീൻ. അവരതിനും ഉത്തരവൊന്നും പറഞ്ഞില്ല. കാരണം ഇവരെന്തെല്ലാമോ വിളിച്ച് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ടുണ്ടാ കാര്യം? ഒരു കാര്യവുമില്ല. ഇവരെന്തെല്ലാമോ അബദ്ധങ്ങൾ വിളിച്ച് പറയുന്ന ഒരു പ്രവാചകൻ അബദ്ധം വിളിച്ച് പറയുന്നു. ഏതായാലും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ദ്രോഹം ചെയ്തൊരുത്തൻ, മഴയെ തടഞ്ഞൊരുത്തൻ, ഇവൻ നാടിനെ ശപിച്ചു, തന്മൂലം മഴ പെയ്യാതായി. ഇങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അപ്പോഴുണ്ട് ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആരാണ് ദൈവമെന്ന് നമുക്ക് ഇപ്പോൾ തെളിവ് കിട്ടുമോ നോക്കാം. നിങ്ങൾ 2 കാളയെ കൊണ്ടുവരൂ, കാളയെ ഖണ്ഡമായി വെച്ച് യാഗപീഠത്തിൽ വയ്ക്കൂ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ദേവനായ ബാലിനോട് വിളിച്ച് അപേക്ഷിപ്പീൻ. ബാൽ ആ കാളയെ ദഹിപ്പിക്കുന്നുവെങ്കിൽ, തീ ഇറങ്ങി ദഹിപ്പിക്കുന്നുവെങ്കിൽ, തനിയെ തീ ഉണ്ടാക്കി ദഹിപ്പിക്കുന്നുവെങ്കിൽ ബാലാണ് ദൈവം. അല്ല, ഞാൻ യാഗപീഠത്തിൽ വയ്ക്കുന്ന കാളയെ ഞാൻ അവിടെ യാഗപീഠത്തിൽ വെച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ തീ ഇറങ്ങി ആ കാളയെ ദഹിപ്പിക്കുന്നെങ്കിൽ യഹോവയാണ് ദൈവം. അപ്പോൾ അവർ പറഞ്ഞു, അത് നല്ല വാക്കാണ്, കൊള്ളാം. കാരണം അപ്പോൾ അവർക്ക് തോന്നി, ഇതൊക്കെ ശരിയാണല്ലോ, തന്നെത്താനെ തീ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ, തീ ഇറങ്ങി ദഹിപ്പിക്കുക, അത് നല്ല വാക്ക് അവർ പറഞ്ഞു. ഉടനെ നിങ്ങൾ തുടർന്ന് ഇതിനെ ബാക്കി വായിച്ചാൽ മനസ്സിലാകും, വേദവസ്തു വായിച്ചാൽ മനസ്സിലാകും. തുടർന്ന് അവർ കാളയെ കൊടുത്തു, അവർ യാഗപീഠം ഒരുക്കി, യാഗപീഠത്തിൽ കാളയെ ഖണ്ഡമാക്കി വെച്ചു. അവർ രാവിലെ മുതൽ ഉച്ചവരെ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരുന്നു, ബാലയെ ഉത്തരവിടണമേ, ബാലയെ ഉത്തരവിടണമേ, ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരുന്നു. ബാലയെ ഉത്തരവിടണമേ. ഒരു ശബ്ദവും ഉണ്ടായില്ല, ഒരനക്കം ഉണ്ടായില്ല, ബാല ഉത്തരവിള്ളിയതുമില്ല, തീ വന്നതുമില്ല. ഏലി പറഞ്ഞു, ഇനി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് കൂടുകയും വന്നു. ഏലിയാവ് ചിതറിപ്പോയ കല്ലുകളെല്ലാം കൊണ്ടൊന്ന് അടുക്കി വെച്ചു, യാഗപീഠം ഒരുക്കി, എല്ലാം തയ്യാറാക്കി വെച്ചു. അതിൻ്റെ ചുറ്റും ഒരു തോടുണ്ടാക്കാൻ പറഞ്ഞു. തോടുണ്ടാക്കി, തോട്ടിൽ വെള്ളം നിറച്ചു, പിന്നെയും വെള്ളം നിറച്ചു. ഈ യാഗവസ്തു കാളയുടെ മേൽ വെള്ളം ഒഴിച്ചു.
മുഴുവൻ വെള്ളം കൊണ്ട് പിന്നെയും ഒഴിച്ചു, മുഴുവൻ നനച്ചു. അങ്ങനെ വെള്ളത്തിൽ കുതിർന്നിരിക്കുന്നു. ഏലിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങൾക്കെയും നിൻ്റെ ഹിതപ്രകാരം ഞാൻ ചെയ്തു എന്നും കർത്താവെ ഈ ജനം വിശ്വസിക്കേണ്ടതിന് ഇപ്പോൾ സ്വർഗത്തിൽ തീ അയക്കണമേ. അത്രേ പറഞ്ഞുള്ളൂ. ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും നിൻ്റെ ഹിതപ്രകാരമാണ് ഞാൻ ചെയ്തതെന്നും ഈ ജനം വിശ്വസിക്കേണ്ടതിന് കർത്താവെ തീ അയക്കണമേ എന്ന് പറഞ്ഞു. സ്തോത്രം. സ്വർഗത്തിൽ തീ ഇറങ്ങി. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയില്ലേ? ഇത്ര നേരവും ബാലിൻ്റെ പ്രവാചകന്മാർ ഇതിൽ വിളിച്ചിട്ടും തീ ഇറങ്ങാത്തടുത്ത് ഇപ്പോഴിതാ ഏലിയാവ് ഒരാളെന്ന് പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ തീ ഇറങ്ങി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, കർത്താവേ ഞാനും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, പ്രാർത്ഥനയിൽ തീ ഇറങ്ങാറില്ലല്ലോ. ഞാനും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, തീ ഇറങ്ങണമല്ലോ. കർത്താവേ എൻ്റെ പ്രാർത്ഥനയിൽ തീ ഇറങ്ങണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ പ്രാർത്ഥനയിൽ പ്രസരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ പ്രാർത്ഥനയിലൂടെ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ എൻ്റെ ഹൃദയം വിശുദ്ധമാക്കി തേജസ്സുള്ളതാക്കി തീർക്കണമേ. കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ എൻ്റെ ഹൃദയം കഴുകപ്പെടണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇത് നിങ്ങൾ പ്രാർത്ഥിച്ച് നേടേണ്ട ഒരു അനുഭവമാണ്, അനുഗ്രഹമാണ്. സ്തോത്രം. എനിക്കറിയാം അനേകം ദൈവമക്കൾ പ്രാർത്ഥനയിൽ കൂടി ഇതെല്ലാം നേടിയിട്ടുണ്ട്. അനേകം ദൈവമക്കൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയും ഉണ്ട്. പ്രാർത്ഥനയിൽ കൂടി ചോദിച്ച് വാങ്ങി പിടിച്ചു വാങ്ങിയവർ, ദൈവത്തോട് ചോദിച്ചു വാങ്ങിയവർ. അവൻ നമ്മുടെ അധരങ്ങളുടെ യാതന നിഷേധിച്ചതുമില്ല. അധരങ്ങളുടെ യാതന നിഷേധിക്കാത്തൊരു ദൈവമുണ്ട്. സ്തോത്രം. നിന്റെ ദാസനെ നിന്റെ ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. എന്നെ പകയ്ക്കുന്നതുകൊണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ ശക്തി. ദൈവത്തിന് സ്തോത്രം. മരണപാശങ്ങളെന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങളെന്നെ ഭ്രമിപ്പിച്ചു, പാതാള വേദനകളെന്നെ പിടിച്ചു, മരണത്തിൻ്റെ കണികൾ എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടത്തിൽ ഞാൻ യഹോവയെ വിളിച്ച് അപേക്ഷിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. ഞാൻ തിരുമുമ്പിൽ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. സ്തോത്രം. ഭൂമി ഞെട്ടി വിറച്ചു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന ഉയരുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ദിവസത്തിൽ കുറഞ്ഞതൊരു പ്രാവശ്യമെങ്കിലും കുറേ സമയം നിങ്ങൾ തന്നെ ദൈവസന്നിധിയിലിരിക്കണം. നിങ്ങൾ ഉള്ളം പകരണം, ഹൃദയം പകരണം. ദൈവത്തോട് പറയണം, കർത്താവേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഞാൻ ആവശ്യക്കാരിയായി വന്നിരിക്കുന്നു. ഞാൻ വലഞ്ഞ് വിഷമിച്ച് വന്നിരിക്കുന്നു. ഉള്ളൊരുക്കി കരഞ്ഞുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നു. കർത്താവേ എൻ്റെ ഹൃദയത്തിലൊരു സ്വസ്ഥതയുമില്ല. ദൈവമേ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയാൻ വയ്യ. എൻ്റെ മക്കളുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് സമാധാനമില്ല. എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഓർത്തിട്ട് അതിലേറെ എനിക്ക് ദുഃഖമാണ്. എൻ്റെ ദൈവമേ എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലല്ലോ, എന്നും സ്വൈരക്കേടാണല്ലോ. കർത്താവേ ഒരു സമാധാനം തരണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കുമ്പോൾ കാണാം സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മേൽ തൻ്റെ അഗ്നി ഇറക്കുന്നത്. ഈ അഗ്നി നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങളുടെ സിരകളിലൂടെ ആ രക്തത്തോടൊരുമിച്ച് സ്വർഗീയ അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ തീ പകരുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം. ഈ ശരീരം ചൂടുപിടിക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം. ശരീരത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം പകരുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങൾ കനമില്ലാത്തവരായി തീരും. നിങ്ങൾക്ക് കനമില്ല, വെയിറ്റില്ല, കനം പോയി, എല്ലാ കനവും പോയി. നിങ്ങൾ കനമില്ലാത്തവരായി, നിങ്ങൾ വെയിറ്റില്ലാത്തവരായി തീരും. ദൈവത്തിന് സ്തോത്രം. എന്തോ ഒരു അത്ഭുതകരമായ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രാർത്ഥനയിൽ കൂടി നേടുക, പ്രാർത്ഥനയിൽ കൂടി സമ്പാദിക്കുക. കർത്താവിൻ്റെ കൃപ പ്രാർത്ഥനയിൽ കൂടി നേടുക. ഈ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ വചനത്തിൽ കൂടി നീ എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ കൂടി എന്നോട് സംസാരിക്കണമേ. അപ്പോൾ വചനത്തിൽ കൂടി കർത്താവ് നിങ്ങൾക്കുള്ള സ്പെസിഫിക് മെസ്സേജ് തരും. നിങ്ങൾക്കുള്ള പ്രത്യേകമായ ഇത് തരും വചനത്തിൽ കൂടി. ഇതൊന്നും കേട്ടുകേൾവിയല്ല, ഊഹാപോഹമല്ല, നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യം പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേദപുസ്തകം വായിക്കാനിരിക്കുമ്പോൾ ആ വേദപുസ്തകത്തിലെ ആ താളുകളിലുള്ള അക്ഷരങ്ങളിൽ കൂടി നിങ്ങളിലേക്ക് ആത്മശക്തി, തേജസ് വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങളിലേക്ക് പരിശുദ്ധാത്മ തീ ഇങ്ങനെ പകർന്നു വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളപ്പോൾ ചിലപ്പോൾ കരഞ്ഞു എന്ന് വരും. കണ്ണുനീര് നിങ്ങളുടെ വേദപുസ്തക താളിൽ പതിഞ്ഞു എന്ന് വരും. നിങ്ങളുടെ വേദപുസ്തക താൾ നനഞ്ഞു എന്ന് വരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇടം അവിടെ കണ്ണുനീര് വീണ് നനഞ്ഞു എന്ന് വരും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അനുഭവമല്ലേ ഈ പറയുന്നത്? നിങ്ങൾക്ക് അനുഭവിക്കണ്ടേ? പ്രാർത്ഥനയുടെ ശക്തി. നീതിമാൻ്റെ സത്യത്തോടുകൂടി പ്രാർത്ഥനകളുടെ ഫലിക്കുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചു. സംഭവിച്ചത് എന്താണ്?
ദൈവം പ്രാർത്ഥന കേട്ടു. 3.5 വർഷം കഴിഞ്ഞതിന് ശേഷം മഴ പെയ്തു. അത്ഭുതം. അത് ഇതിൻ്റെ അവസരത്തിൽ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് മഴ പെയ്ത അനുഭവം നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ അവസരത്തിൽ ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു? ഇപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾക്ക് ഈ യേശുവിനെ അനുഭവിക്കണമോ? യേശുവിനെ നിങ്ങൾക്ക് സ്വന്തമാക്കി രുചിച്ചറിയണമോ? യേശു നല്ലവനാണെന്ന് രുചിച്ചറിയണമോ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് രുചിച്ചറിയണമോ? നിങ്ങൾ ത്യാഗിതമായി വലിയൊരു ആക്സിഡൻറ്റ് പെട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിവില്ലാതിരിക്കുന്നു. അപ്പോൾ ഏതോ ഒരു പ്രാർത്ഥന വിശ്വാസമുള്ള ദൈവദാസൻ കടന്നു വന്നു, പ്രാർത്ഥിച്ചു, നിങ്ങളുടെ രോഗം മാറി. നിങ്ങൾക്ക് വിശ്വസിക്കണമോ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എത്ര അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ, എത്ര അനുഭവങ്ങൾ. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കൂ, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കൂ. വിശ്വസിക്കാൻ കൊള്ളാകുന്നതിനാണോ യേശു ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ചോദിച്ചു നോക്കൂ. യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. വിളിക്കൂ, നിങ്ങൾ അപേക്ഷിക്കൂ, ദൈവത്തോട് യാചിക്കൂ. കർത്താവെ തരണമേ, പിടിച്ചു വാങ്ങൂ, ചോദിച്ചു വാങ്ങൂ. കർത്താവെ തരാതെ ഞാൻ മടങ്ങുകയില്ല, തരാതെ ഞാൻ എഴുന്നേൽക്കുകയില്ല, നീ എനിക്ക് മറുപടി തരാതെ ഞാൻ എഴുന്നേറ്റ് പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവെ മുട്ടിപ്പായി ഞാനിതാ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മേൽ നിൻ്റെ കരുണ വ്യാപിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിൽ ശരണപ്പെട്ടുകൊണ്ട്, രക്തത്തിൻ്റെ ആ മുദ്ര അനുഭവിച്ചുകൊണ്ട്, രക്തത്താൽ വലയം ചെയ്തുപെട്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥന ദൈവം കേൾക്കും. നിങ്ങളുടെ അകൃത്യങ്ങൾ പുറത്തു തരും, പാപങ്ങൾ ക്ഷമിച്ചു തരും, പുതിയ ജീവിതം നിങ്ങൾക്ക് തരും, അനുഗ്രഹീതമായ ഭാവി, ശോഭനമായ ഭാവി നിങ്ങൾക്ക് തരും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ ഈ മക്കളുടെ മേൽ തൃക്കരം വയ്ക്കണമേ. സമാധാന ജീവിതം കൊടുക്കണമേ. സ്വൈര ജീവിതം കൊടുക്കണമേ. ആശ്വാസ ജീവിതം നൽകണമേ. ഭാവി അനുഗ്രഹീതമാക്കി തീർക്കണമേ. അവിടെ രണ്ടാമത്തെ ഒരു മക്കളെല്ലാവരെയും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.